കലൂർ സ്റ്റേഡിയത്തിലെ ISL മത്സരത്തിൽ GCDAക്ക് വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. 4.2 ലക്ഷം എന്ന GCDA നിർദ്ദേശം ബ്ലാസ്റ്റേഴ്സ് അംഗീകരിച്ചു. 28 ലക്ഷം രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ കെട്ടിവെക്കണം. ലാൽ കൃഷ്ണ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ലാൽ, ഇത്തരത്തിൽ GCDA ഇങ്ങനെയൊരു നിർബന്ധവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നാളത്തെ മത്സരം എന്താവുമെന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. ഏറ്റവും ഒടുങ്ങിൽ വഴങ്ങിയിരിക്കുന്നു അല്ലേ? കളിയാണോ കാശാണോ പ്രധാനം എന്നുള്ളതായിരുന്നു GCDA മുന്നോട്ട് വെച്ച ആദ്യത്തെ ചോദ്യം. ആ സമയത്ത് ഇന്ത്യൻ ഫുട്ബോൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, പ്രത്യേകിച്ച് ISL പോലുള്ളൊരു മാച്ച് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് നമുക്ക് പണമല്ല പ്രധാനം, അതിനേക്കാൾ പ്രധാനം ഈ മത്സരമാണ് എന്നുള്ള നിലപാടിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഇളവുകൾ എന്നുള്ളതായിരുന്നു GCDA ചെയർമാൻ്റെ ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനം. പക്ഷേ കളി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഈ നിലപാട് മാറ്റം പ്രകടമായി വന്നത്. ആ സമയത്തെ കളിയല്ല കാശാണ് പ്രധാനം എന്ന നിലപാടിലേക്ക് പോവുകയായിരുന്നു. പ്രധാനമായിട്ടും പറഞ്ഞത് നേരത്തെയുള്ള കുടിശ്ശിക, അതുകൂടാണ്ട് പുതിയതായി കളിക്കാൻ പോകുന്ന ഓരോ കളിക്കും അധിക തുക എന്നുള്ളതായിരുന്നു. മാച്ചിന് ഫിക്സ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപ വീതമായിരുന്നു. അത് ഒറ്റയടിക്കാണ് ഉയർത്തി 4.2 ലക്ഷം എന്ന രീതിയിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കരാർ പുതുക്കുന്ന അടക്കമുള്ള ഒരു കാര്യങ്ങളും നിലവിൽ സാധ്യമല്ല എന്നുള്ളതായിരുന്നു. രാവിലെ പ്രസ് മീറ്റിനെത്തിയ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിനിധികളെല്ലാം അവിടെ നിന്ന് ഇറക്കി വിടുക പോലും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ ബാക്കി അണിയറ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തിയ ജീവനക്കാരെ അവിടെ നിന്ന് പോലീസ് സെക്യൂരിറ്റി എത്തിയാണ് ഇറക്കി വിട്ടത്. സ്റ്റേഡിയത്തിൽ GCDA സ്റ്റേഡിയമാണ്, ഇവിടെ നിങ്ങൾക്ക് റോളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് ഇനി വേണ്ട, ആദ്യഘട്ടത്തിൽ തീരുമാനിച്ച രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്നുള്ളതാണ്. പക്ഷേ നാളെ വൈകിട്ട് 7:30-ക്ക് അവിടെ വലിയൊരു സൂപ്പർ മാച്ചാണ്, ആദ്യത്തെ ഹോം മാച്ചാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തുടർച്ചയായിട്ട് കുറച്ച് നാളുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പരാജയം പല കാര്യങ്ങളിലും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അതേ പരാജയം ആ നിലപാടിലും അവരെടുത്തു. GCDA നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയാണ് ഉണ്ടായത്. ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ തീരുമാനിച്ചത് നേരത്തെയുള്ള കുടിശ്ശികയായ 28 ലക്ഷം രൂപയാണ്. ആ 28 ലക്ഷം രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുത്തു തീർക്കുക, ബാക്കിയുള്ള പണം നൽകാൻ വേണ്ടിയിട്ട് സാവകാശം അനുവദിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോയത്. പക്ഷേ ഇപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുന്നത് നാളെ വൈകിട്ട് മാച്ച് നടക്കേണ്ടതാണ്. പക്ഷേ മാച്ച് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. മാത്രമല്ല 80% ടിക്കറ്റ് ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ടിക്കറ്റ് വാങ്ങിയവരോട് എന്ത് മറുപടി പറയുമെന്നൊരു ചോദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മറുപടി നൽകുക, അവരെ കളി കാണാൻ അനുവദിക്കുക എന്നീ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കളിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിലപാട് മാറ്റം ഉണ്ടായത് GCDA ഭാഗത്ത് നിന്ന് തന്നെയാണ്. കാരണം കോഴിക്കോട് കളി നടക്കാൻ സാധ്യതയില്ല, ഈ മാച്ച് അവിടെ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് കൊച്ചിയിലേക്ക് അവരെ ക്ഷണിച്ച് കൊച്ചിയിൽ ഈ മത്സരങ്ങൾ നടത്താം എന്ന് വാഗ്ദാനം ചെയ്തതും GCDA തന്നെയാണ്. ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോർട്സ് മന്ത്രി പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ആ പ്രശ്നങ്ങളും പ്രതിസന്ധിയിലേക്ക് കൂടുതൽ പോകുന്ന അവസാന മണിക്കൂർ നേരത്തായിരുന്നു എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അതായത് മത്സരം നടക്കാൻ മണിക്കൂറുകൾ മാത്രം, 24 മണിക്കൂർ തികച്ചില്ലാത്ത സമയത്താണ് GCDA ഒറ്റയടിക്ക് കുത്തനെ റേറ്റ് മാറ്റിയത്. മത്സരത്തിൽ GCDAക്ക് വഴങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നാളത്തെ മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിവരങ്ങളാണ് ലാൽ കൃഷ്ണൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.